നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. അവസാനത്തെ 2 ചാപ്റ്റർ, +1 അവസാനത്തെ 2 ചാപ്റ്ററുകൾ ഓസിലേഷൻ ബേസ് പറയുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ബേസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ ഹാർമോണിക്സിൻ്റെ ഡെറിവേഷൻ പോലെ പഠിച്ചുകൊണ്ട് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 1:2:3, 1:3, അങ്ങനെ ഈവൻ ഹാർമോണിക്സ്, ഓഡ് ഹാർമോണിക്സും കിട്ടുന്നത് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് നിർബന്ധമായിട്ട്, സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഡെറിവേഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചുകൊണ്ട് പോവുക. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെയും ഇക്വേഷനും അതിൻ്റെ ഡിഫറൻസും നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. വേവ്സിനകത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ഇനി ഓസിലേഷനകത്തുനിന്ന് എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോകും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പിന്നെ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്നത്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിനകത്ത് 2 പ്രധാന എക്സാമ്പിളാണ് ഏറ്റവും കൂടുതൽ വട്ടം ഇതിന് ചാപ്റ്ററിൽ ചോദിച്ചാണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലും പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്ങും. ഈ 2 എണ്ണം പഠിച്ചുകൊണ്ട് പോവുക. റെസൊണൻസ് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, അതോടെ നോക്കിക്കൊണ്ട് പോവുക. ഇത്രയും ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയാൽ ഒരു 8 മുതൽ 10 മാർക്ക് വരെ ഉറപ്പിക്കുകയും ചെയ്യാം. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസുമാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് താനും ഇതിൻ്റെ വീഡിയോസ്, നോട്ട്സ്. നന്നായിട്ട് പഠിക്കുക, മറക്കരുത്, പരീക്ഷയ്ക്ക് ഉപയോഗിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.